ഹലോ ഫ്രണ്ട്സ്, പാർട്ട് 2 ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കാണാം. ഈ പാർട്ട് 3യുടെ തുടക്കത്തിൽ ഇവർ അപ്ലോഡ് പോയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അവരവിടുന്ന് ബണ്ണൊക്കെ മേടിച്ചിട്ട് ഇറങ്ങാണ്. അപ്പോൾ ആ കടക്കാരൻ പീച്ചിനോടൊന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് വായിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മാസമായി ഞാൻ നിന്നോട് വീണ്ടും വീണ്ടും പ്രണയത്തിലാവുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റായിരിക്കും. കാരണം എനിക്ക് നിന്നോടുള്ള പ്രണയത്തിൽ നിന്ന് ഞാൻ ഇതുവരെ ഒരടി പോലും പുറകോട്ട് വെച്ചിട്ടില്ല. കുന്തിക്ക് പീച്ചിനോടുള്ള പ്രണയമാണ് ഇവിടെ ഫ്രാൻസിൽ സർപ്രൈസ് ആയിട്ട് ഈ വെയിറ്ററെ കൊണ്ട് പറയിച്ചത്. കുന്തി എന്നിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞു എന്ന് ആ വെയിറ്ററിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പീച്ചിനെ മിസ് ചെയ്യുന്ന കാരണം ഈ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണാണ് കുന്തി. അടുത്ത വീഡിയോയില് പീച്ചിന് സർപ്രൈസ് കൊടുക്കണത് തന്നെയാണ് കാണിക്കുന്നത്. വീണ്ടും പീച്ചിനെ കണ്ണുപൊത്തി കൊണ്ടുവന്ന് സർപ്രൈസ് ചെയ്യുകയാണ് കുന്തി. അതിന്റെ ഡിസ്പ്ലേയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. 99,999 മിനിറ്റ്സ് പീച്ചിന്റെ കൂടെ ആഘോഷിക്കുകയാണ്. പീക്ക് ചെയ്യാൻ ഇത്രയ്ക്കൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോന്ന് പീച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുന്തി പറയുന്നുണ്ട്, ഞാനിവിടെ നിന്റെ കൂടെയുള്ള 99,999 മിനിറ്റ്സ് സെലിബ്രേറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഓരോ നിമിഷം കടന്നു പോകുന്നതോറും എനിക്ക് നിന്നോടുള്ള പ്രണയം കൂടുന്നേ ഉള്ളൂ എന്നും കുന്തി പറയുന്നുണ്ട്. കുന്തി എന്നിട്ട് പീച്ചിന്റെ കൈ പിടിക്കാൻ നോക്കുമ്പോൾ പീച്ച് കൈ വലിക്കുന്നുണ്ട്. അതെന്താന്ന് കുന്തി ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പീച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ നമ്മുടെ പ്രൈവറ്റ് റൂഫ് ടോപ്പ് നമ്മുടെ 1,00,000 നിമിഷങ്ങൾ ആഘോഷിക്കാനായിട്ട് അവിടെ കാത്തിരിക്കുകയെന്ന് കുന്തി പറയുന്നുണ്ട്. അവിടെ എന്നിട്ട് ഫയർ വർക്ക്സ് ഒക്കെ നടത്തുന്നുണ്ട്. ആ ഫയർ വർക്ക്സ് ഒക്കെ അവർ രണ്ടുപേരും നല്ലപോലെ എൻജോയ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ കുന്തിയാണെങ്കിൽ പീച്ചിനെ വല്ലാണ്ട് മിസ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ അവിടേക്ക് മാണു ഓടി വന്നിട്ട്, ഡാഡ് എനിക്ക് ആർട്ടിൽ നല്ല കഴിവുണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവള് വരച്ച ഡ്രോയിങ്സ് കുന്തിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുന്തിയുടെ മുഖം സാഡായിട്ടിരിക്കണ കണ്ടിട്ട് മാൺ ചോദിക്കുന്നുണ്ട്, ഡാഡ് നല്ല സാഡായിട്ടാലും ഇരിക്കണത്, പീച്ചിനെ മിസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന്. മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പീച്ചിനെ ഒന്ന് വിളിച്ചു നോക്കിക്കോടെ എന്ന് മാൺ ചോദിക്കുന്നുണ്ട്. അപ്പൊ കുന്തിക്ക് അത് നല്ല ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വിളിക്കാൻ നിൽക്കുന്നുണ്ട്. എന്നിട്ട് മാണിനെ നോക്കിയിട്ട് പൊയ്ക്കോ പൊയ്ക്കോ എന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ട്. മാണപ്പം അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. കുന്തി എന്നിട്ട് പീച്ചിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ പീച്ച് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ഹലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കുന്തി പറയുന്നുണ്ട്, ഓ ലുക്ക് പീച്ച്, ഞാൻ നിന്നെ മിസ് ചെയ്യുന്നത് കൊണ്ടൊന്നല്ല വിളിച്ചിരിക്കുന്നത്, എനിക്ക് ഫൈനലി ഒരു ഗ്രിപ്പ് കിട്ടിയിട്ടുണ്ട്. എന്നെ മിസ് ചെയ്തിട്ടല്ല വിളിക്കണതെങ്കിൽ പിന്നെ എന്തിനാ വിളിച്ചെന്ന് ചോദിക്കുന്നുണ്ട് പീച്ച്. കുന്തിക്കാണെങ്കിൽ അപ്പോൾ ഒന്നും പറയാൻ കിട്ടണില്ല. ഇന്ന് മാറിന് ആർട്ട് ക്ലാസ് ഉണ്ടായിരുന്നു, അവളുടെ ഈ പിക്ചർ നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പിക്ചർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതാണെങ്കിൽ നമ്മുടെ പോൺഫോവിന്റെ മസ്കോട്ട് സൈഡിലായിട്ടുള്ള പെൺപൂവിന്റെ പിക്ചറാണ് വരച്ചിരിക്കുന്നത്. ഈ ബ്ലൂ ഗ്രീൻ ബിയറിനെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് പീച്ച് പറയുന്നുണ്ട്. അല്ല, ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നെ വിളിച്ചെന്ന് പീച്ച് ചോദിക്കുന്നുണ്ട്. ശരിക്കും എന്നെ മിസ് ചെയ്യുന്നില്ല എന്ന് നിനക്ക് ഉറപ്പാണോ എന്ന് വീണ്ടും പീച്ച് ചോദിക്കുന്നുണ്ട്. കുന്തിയാണെങ്കിൽ അപ്പോൾ അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. പീച്ചപ്പോൾ ഓക്കെ അത്രേ ഉള്ളെങ്കിൽ ഞാൻ വീണ്ടും വർക്കിലേക്ക് കയറട്ടെ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ നമ്മുടെ കുന്തിയുടെ മുഖമാണെങ്കിൽ ആകെ ഡള്ളായിട്ട് ആ പിക്ചറൊക്കെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഐ മിസ് യു പീക്കെന്ന് പീച്ചപ്പോൾ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കുന്തിയുടെ മുഖമാണെങ്കിൽ 1000 വാട്ടിന്റെ ബൾബ് എത്തിച്ച പോലെയായിരുന്നു. ആൾക്കാണെങ്കിൽ അത് കേട്ടപ്പോൾ അത്രയ്ക്ക് സന്തോഷമായി. അതുകൊണ്ട് അത് എക്സ്പ്രഷനെ അറിയാത്തതുകൊണ്ട് ആ തലയാണിനൊക്കെ പിടിച്ചിട്ട് കെട്ടുപിടിച്ചിരുന്ന് കടിക്കുകയായിരുന്നു. അടുത്ത സീനിൽ ഇവർ ഫോട്ടോസൊക്കെ റിവ്യൂ ചെയ്യുന്നതാണ് കാണിക്കേണ്ടത്. ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് ആരാനിങ്ങനെ പറയുന്നുണ്ട്. അപ്പം പീച്ച് ചോദിക്കുന്നുണ്ട്, നീ ഇനി വീണ്ടും എൻ്റെ മോഡലായിട്ട് എന്ന് വരാന്ന്. അഡ്സേനിയായിട്ടുള്ള കോൺട്രാക്റ്റൊക്കെ ഞാൻ ബ്രോക്ക് ചെയ്തു, അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടാവുമെന്ന് ആരാൻ പറയുന്നുണ്ട്. കമ്പനി ഓണറിന്റെ പാർട്ട്ണറിന്റെ കുഞ്ഞനീനൊക്കെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്താൻ മാത്രം ധൈര്യം ആർക്കാന്നൊക്കെ പറഞ്ഞിട്ട് പീച്ച് അവിടെ ഫ്ലെക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതാ, ഈ ഫോട്ടോസൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ട് ഞാനിത് എഡിറ്റ് ചെയ്യാൻ തുടങ്ങാന്ന് പീച്ച് പറയുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാന്ന് ആരാനും പറയുന്നുണ്ട്. എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പീച്ച് ലാപ്ടോപ്പൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് റെഡി ആവാണ്. ആരാനപ്പോൾ ഇന്ന് ഡിന്നറിന് ഞങ്ങളുടെ കൂടെ വന്നോടെ എന്ന് പീച്ചിനോട് ചോദിക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും ഇന്ന് പറ്റുമെന്ന് തോന്നണില്ല, കാരണം വീട്ടിലിപ്പോൾ ഒരാൾ എന്നെ കാത്തിരിക്കുന്നുണ്ടാവുമെന്ന് പീച്ച് പറയുന്നുണ്ട്. പീച്ചിനെ എന്നിട്ട് വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് തവാനാരാനും കൂടിയിട്ട് സഹായിക്കുകയാണ്. അപ്പോഴാണ് വണ്ടിയിലുള്ള നമ്പർ പ്ലേറ്റ് അവർ ശ്രദ്ധിക്കണത്. അതിൽ ലവ് തീവ് എന്നാണ് നമ്പർ പ്ലേറ്റിൽ വരെയുള്ളത്. അത് കണ്ടിട്ടാണെങ്കിൽ അരാനും തവാനും ആകെ സർപ്രൈസ് ആവുന്നുണ്ട്. പീച്ചപ്പോൾ അതിന് മുന്നിൽ കയറി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അർസേനയുടെ എല്ലാ കാറിൻ്റെ നമ്പർ പ്ലേറ്റിനും എന്തെങ്കിലുമൊക്കെ ഒരു മീനിങ് ഉണ്ടാവാറുണ്ട് എപ്പോഴും. കഴിഞ്ഞ സീസണിൽ അങ്ങനെ തന്നെയാണ്, ഈ സീസണിൽ അങ്ങനെ തന്നെ. ആരാനപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അടുത്ത പ്രാവശ്യം ഞങ്ങളുടെ കൂടെ ഡിന്നറിന് വന്നാളോ, ഈ ഡിന്നർ ഞങ്ങളുടെ വകയാണ്, കുന്തിനും ലുക്ലബിനും കൂടിയിട്ട് ഇൻവൈറ്റ് ചെയ്തോളോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പീച്ച് പറയുന്നുണ്ട്, നീ ശരിക്കും അത്രയ്ക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. അപ്പോൾ ആരാൻ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ട്, കാരണം ഞങ്ങൾ നിങ്ങളുടെ വെഡ്ഡിങ് മിസ് ചെയ്തു, അതുകൊണ്ട് ഈ ട്രീറ്റെങ്കിലും ഞങ്ങൾക്ക് ചെയ്യണമെന്ന്
ആരാൻ പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, അല്ലെങ്കിലും വെഡിങ് ഞങ്ങൾ ചെറുതായിട്ടാണ് നടത്തിയത്, ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പീച്ച് പറയുന്നുണ്ട്. ഓ അതെന്താ അങ്ങനെ പറഞ്ഞ? ഞാൻ എന്താ പുറത്തുനിന്നുള്ള ആരെങ്കിലും ആണോ? നിങ്ങളെല്ലാം എപ്പോഴും പറയാറ് ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെയാണെന്ന്. ആരാനിങ്ങനെ പറയണ കേട്ടിട്ടാണ് ഞാൻ പീച്ചപ്പോൾ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ എൻ്റെ ഫുൾ ഫാമിലി ആയിട്ട് നിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വരാം, അതൊക്കെയാണോ എന്ന്. എന്നാൽ ഞാൻ പോവാ, പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരോട് ബൈയൊക്കെ പറഞ്ഞിട്ട് പീച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ തവാനാരാനും കൂടിയിട്ട് പീച്ചിനെ യാത്രയാക്കി ബൈയൊക്കെ പറഞ്ഞിട്ട് വിടുന്നുണ്ട്. പീച്ച് ഇങ്ങനെ പോണത് തവാനാണെങ്കിൽ ആകെ സാഡായിട്ട് നോക്കി നിൽക്കാണ്. അപ്പോൾ ആരാൻ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. പീച്ച് ശരിക്കും വളരെ കൈൻഡാണ്, ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ ശരിക്കും ഒരു പൊട്ടനായിരുന്നു പണ്ട് എന്നൊക്കെ തവാൻ ഇങ്ങനെ ഭയങ്കര ഫീലായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും വിചാരിക്കണ്ട, പീച്ചിന് എന്തായാലും നിന്നോട് ഇതേവരെ ഒരു ദേഷ്യം ഉണ്ടായിട്ടില്ല എന്നൊക്കെ ആരാനിങ്ങനെ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ കുന്തിയാണെങ്കിൽ എല്ലാവരുടെ തലയിലും ആ ഫ്ലഷൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൊതുക് കടിയും കൊണ്ട് പീച്ചിന് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. പിള്ളേരാണെങ്കിൽ കൊതുകിനെ ഓടിക്കാനായിട്ട് ബാറ്റൊക്കെ കൈപിടിച്ചിരിക്കുകയാണ്. പ്ലബാണെങ്കിൽ അവിടെ ഇരുന്ന് ആകം വയ്യാണ്ടായിന്ന് തോന്നുന്നു. ഇവർ ഒരുപാട് നേരം പീച്ചിന് വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. കുന്തിയാണെങ്കിൽ ടൈം നോക്കിക്കൊണ്ടിരിക്കുക, പീച്ച് എന്താ വരാത്തെന്ന് ആലോചിച്ചിട്ട്. അപ്പോഴാണ് പീച്ചിൻ്റെ കാറ് വരുന്നത്, ലൈറ്റ് അവിടേക്ക് അടിക്കുന്നത്. പീച്ച് ഇറങ്ങി വന്നപ്പോൾ കുന്തിയാണെങ്കിൽ കുഞ്ഞു പിള്ളേരെ പോലെ പീച്ചിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പീച്ച് ഞാൻ നിന്നെ വല്ലാണ്ട് മിസ് ചെയ്തു, എൻ്റെ ഹാർട്ടൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നേന്നൊക്കെ കുന്തി പറയുന്നുണ്ട്. പക്ഷെ പീച്ചാണെങ്കിൽ പ്ലബിനെ കണ്ടതും കുന്തിനെ വിട്ടിട്ട് പ്ലബിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. പ്ലബിനോട് ചോദിക്കുന്നുണ്ട്, നീ വീട്ടിലേക്ക് വരേണ്ട കാര്യം നീ എന്താ പറയാഞ്ഞെന്ന്. നമ്മുടെ കുന്തിയാണെങ്കിൽ പീച്ച് മൈൻഡ് ചെയ്യാത്തതിന് അവിടെ വിഷമിച്ച് നിൽക്കുകയാണ്. പ്ലബ് അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ സർപ്രൈസ് തരണമെന്നാണ് വിചാരിച്ചേ, പക്ഷെ ഞാനിപ്പോൾ ഇവിടെ കൊതുകിൻ്റെ ഫുഡായിട്ട് ഇരിക്കുകയായിരുന്നു എന്ന്. പീച്ചപ്പോൾ ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്നില്ലേ എന്ന് പറഞ്ഞിട്ട് പ്ലബിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് സ്വീറ്റായിട്ട് അവളുടെ തലയിലിങ്ങനെ തട്ടുന്നുണ്ട്, അതുപോലെ പിള്ളേരുടെ തലയിലും തട്ടുന്നുണ്ട് പീച്ച്. പക്ഷെ നമ്മുടെ കുന്തിയാണെങ്കിൽ അവിടെ ആകെ സൾക്കായിട്ട് നിൽക്കായിരിക്കും, കാരണം പീച്ച് അവനെ മൈൻഡ് ചെയ്തില്ല, അവൻ്റെ തലയിൽ തട്ടിയില്ല. അടുത്ത സീനിലാണെങ്കിൽ ഇവരെല്ലാവരും കൂടിയിട്ട് ഡിന്നർ കഴിക്കുന്നതാണ് കാണിക്കുന്നത്. ക്ലബ് എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് എല്ലാവരും ഇവിടെ ഉള്ള കാരണം നല്ല വാമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് റോമിനോടും മോക്കിനോടും ചോദിക്കുന്നുണ്ട് ക്ലബ്ബ്. ട്രിപ്പൊക്കെ നല്ല അടിപൊളിയായിരുന്നു, പക്ഷെ ഞങ്ങൾ വിചാരിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ തിരിച്ചു വിളിച്ചു റോമ് ഭയങ്കര സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. കുന്തി പുതിയ അസിസ്റ്റന്റിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വീണ്ടും നിങ്ങളുടെ വെക്കേഷൻ ട്രിപ്പിലേക്ക് പോവാന്ന് ക്ലബ് പറയുന്നുണ്ട്. വെക്കേഷൻ ടൈമൊക്കെ കഴിഞ്ഞു എന്ന് റോമ് ഭയങ്കര സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കുന്തിയുടെയും മോക്കിൻ്റെ മുഖമൊക്കെ ഭയങ്കര സീരിയസ് ആവുന്നുണ്ട്. പീച്ചപ്പോൾ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞു എന്ന്. ഗ്രാൻഡ് മീറ്റിങ്ങിനായിട്ടുള്ള സ്കെഡ്യൂളൊക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു എന്ന് മോക്ക് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മോക്കിന് റോമിന് ഇവിടേക്ക് തിരിച്ചു വരേണ്ടി വന്നത്. ഇപ്പോൾ അടുത്ത സീനിൽ മോക്ക് ഗൺ ഷോട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. യൂറോപ്പ് നല്ല നൈസാണ്, അവിടുത്തെ വെതറും നല്ല അടിപൊളിയാണ്. ഏഷ്യ നല്ല ബോറിംഗ് ആണ്, കാരണം നമ്മളെപ്പോഴും ഇവിടെ തന്നെയല്ലേ ജീവിക്കണത്. നിനക്ക് ഏതാ ഇഷ്ടമെന്ന് മോക്കിനോട് ചോദിക്കുന്നുണ്ട് റോമ്. ഞാൻ വെറുതെ ചോദിക്കണമെന്നുള്ളൂ, എന്തായാലും നമുക്കിതൊന്നും ചൂസ് ചെയ്യാൻ പറ്റില്ല എന്നും കൂടി റോമ് പറയുന്നുണ്ട്. മോക്കപ്പോൾ ചോദിക്കുന്നുണ്ട്, കുന്തിക്ക് അവൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ നിനക്കും അങ്ങനെ പറ്റില്ലേന്ന്. ഇല്ലയെന്ന് റോമപ്പോൾ തന്നെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പിക്കിൻ്റെ ജോബ് ഡാഡിൻ്റെ ജോബ് പോലെ തന്നെ വളരെ ബോറിംഗ് ആണെന്ന്. അതും പറഞ്ഞിട്ട് മോക്കിൻ്റെ കയ്യിൽ നിന്ന് ഗണ്ണ് മേടിച്ചിട്ട് ഇവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മോക്കിനാണെങ്കിൽ ഇവൻ എന്താ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവണില്ല, അത് കാരണം ഇവനെ നോക്കി നിൽക്കുകയാണ്. റോമപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ പറഞ്ഞത് വിശ്വസിക്കാത്ത പോലെ നീ എന്നെ നോക്കി നിൽക്കണമെന്ന്, നമ്മൾ മൂന്നുപേരും ഒരുമിച്ചല്ലേ വളർന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മോക്കപ്പോൾ ചോദിക്കുന്നുണ്ട്, കുന്തിനെ തായ്ലാൻഡിലേക്ക് പറഞ്ഞയച്ചപ്പോൾ നീ അതിനെതിരായിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നേ, പക്ഷെ ഇപ്പം നിന്നെ പറഞ്ഞയക്കാൻ പോവാണ്, പക്ഷെ നിനക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, അതെന്താന്ന് ചോദിക്കുന്നുണ്ട്. റോം അപ്പോൾ പറയുന്നുണ്ട്, കാരണം അത് പീക്കാനായിരുന്നു എന്ന്. മോക്കിനൊന്നും മനസ്സിലായില്ല ഇവൻ എന്താ ഉദ്ദേശിച്ചെന്ന്. അപ്പോൾ റോം ക്ലോസ് ആയിട്ട് മോക്കിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഡാഡിയുടെ തീരുമാനത്തിനെതിരെ തന്നെയായിരുന്നു, കാരണം ഡാഡി നമ്മുടെ രണ്ടുപേരും പിരിച്ചു എന്ന്. അതായത് കുന്തി പോകുമ്പോൾ കുന്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള മോക്ക് എന്തായാലും കൂടെ പോകണമല്ലോ, അതുകൊണ്ട് അപ്പോൾ റോമും മോക്കും തമ്മിൽ പിരിഞ്ഞില്ല, അതുകൊണ്ടായിരുന്നു റോം അതിനെതിരായിട്ട് നിന്നുണ്ടായിരുന്നു അന്ന്. മോക്കിനാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. റോം അപ്പോൾ ചുമരിലേക്ക് കൈയൊക്കെ വെച്ചിട്ട് മോക്കിൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി ക്ലോസ് ആയിട്ട് നിന്നിട്ട് പറയുന്നുണ്ട്, ആൾക്കാരെപ്പോഴും പറയും ഞാൻ ഡാഡിയുടെ പോലെയാണ്, എപ്പോഴും ഉറച്ച തീരുമാനങ്ങളൊക്കെയാണ് എടുക്കുക, പക്ഷെ പീക്കിയാനാണെങ്കിൽ അമ്മയുടെ പോലെ ഭയങ്കര ജെൻറ്റിലാണെന്നൊക്കെ, നിനക്കെന്താ തോന്നണേന്നൊക്കെ ചോദിച്ചിട്ട് മോക്കിൻ്റെ ചെസ്റ്റിലേക്ക് കൈയൊക്കെ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു റൊമാൻറ്റിക് ഐ കോണ്ടാക്ട് സീനാണ് കാണിക്കുന്നത്. അവർ റോമിനെ വേറെ സ്ഥലത്തേക്ക് പറഞ്ഞയക്കാൻ പോവാണോ എന്ന് പീക്കിയാനോട് ചോദിക്കുന്നുണ്ട്. കുന്തിയപ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ ഡാഡാണ് തീരുമാനിക്കുന്നത്, അവൻ എവിടേക്കാണ് പറഞ്ഞയക്കുന്നതെന്ന് കൂടി ആർക്കും അറിഞ്ഞൂടാന്നും പറയുന്നുണ്ട്. കുന്തിക്ക് നല്ല വിഷമമുണ്ട് ഈ കാര്യത്തിൽ നിന്ന്, ആളുടെ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം. കുന്തി എന്നിട്ട് പറയുന്നുണ്ട്, നാളെ ഞാൻ വർക്കിന് പോവാണ്, നാളെ പുതിയൊരു അസിസ്റ്റന്റിനെ ഇന്റർവ്യൂ ചെയ്യണമെന്ന്. പുതിയ അസിസ്റ്റന്റിനെ ഡാഡ് കണ്ടുപിടിച്ചോന്നൊക്കെ പീച്ച് ചോദിക്കുന്നുണ്ട്. കുന്തി അപ്പോൾ പറയുന്നുണ്ട്, ഗ്രാൻഡ് മീറ്റിങ്ങിന് മുന്നേ എത്രയും പെട്ടെന്ന് ഞാൻ പുതിയ അസിസ്റ്റന്റിനെ കണ്ടുപിടിക്കണോ,
അത്രയും നാൾ റോമിനും മോക്കിനും അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് കുന്തി പുതിയ അസിസ്റ്റൻറ്റിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ മോക്കായിരിക്കും അതുവരെ കുന്തിയുടെ കാര്യങ്ങൾ നോക്കേണ്ടി വരിക. അപ്പോൾ റോമിനും മോക്കിനും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥ വരാണ്ടിരിക്കാനാണ് കുന്തി പുതിയ അസിസ്റ്റൻറ്റിനെ വേഗം കണ്ടുപിടിക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുന്തി കാരണം അവർക്ക് രണ്ടുപേർക്കും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാതിരിക്കും. പിന്നെ ഗ്രാൻഡ് മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോമിനാണെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വരും. പീച്ചപ്പോൾ കുന്തിനോട് പറയുന്നുണ്ട് റോമ് ശരിക്കും ഹാപ്പി ആയിരിക്കും അവൻ്റെ ബ്രദർ അവനെ ഇത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട്, ലവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ. കുന്തി അപ്പോൾ പീച്ചിനോട് പറയുന്നുണ്ട് ഒരിക്കലും അവനോട് ഈ കാര്യങ്ങളൊന്നും പറയരുതെന്ന്. അടുത്ത സീനിൽ കുന്തിയുടെ ഓഫീസാണ് കാണിക്കുന്നത്. മോക്കപ്പോൾ പറയുന്നുണ്ട് പുതിയ അസിസ്റ്റൻ്റ് ഇപ്പോൾ വരുന്ന. അപ്പോൾ ഡോറ് തുറന്നിട്ട് അവിടേക്ക് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ ഫേസ് കാണിക്കുമ്പോൾ അതൊരു ഫീമെയിലായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ആകെ സർപ്രൈസായിട്ട് നിൽക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, ഞാൻ മിറ, നിങ്ങളുടെ പുതിയ അസിസ്റ്റൻ്റ് ആവാൻ ഞാൻ റെഡിയാണ്, കുന്തിരിക്കറ്റ് ക്യാനിന്ന് അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മോക്കൊക്കെ ആണെങ്കിൽ ആകെ സർപ്രൈസ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം അവരൊരു മെയിൽ അസിസ്റ്റൻറ്റിനെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഫീമെയിൽ അസിസ്റ്റൻ്റാണ് വന്നത്. ഈ പുതിയ അസിസ്റ്റൻറ്റിൻ്റെ വരവോടെയാണ് ഇന്നത്തെ പാർട്ട് അവസാനിപ്പിക്കുന്നത്.